ഇപ്പോൾ നമ്മൾ തത്സമയ സംപ്രേഷണത്തിലേക്ക് പോകുന്നത് മഹാരാഷ്ട്രയിൽ ഉപമുഖ്യമന്ത്രിയായി അജിത് പവാറിന്റെ ഭാര്യ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. സുനേത്രയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. വളരെ ദാരുണമായ ഒരു അന്ത്യമാണ് കഴിഞ്ഞ ദിവസം അജിത് പവാറിന് സംഭവിച്ചത്. ബാരാമതിയിൽ വിമാന അപകടത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. ആരായിരിക്കും പിൻഗാമി എന്നതിൽ വലിയ ആശങ്കകളുണ്ടായിരുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ തീരുമാനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ പത്നി തന്നെ ഉപമുഖ്യമന്ത്രി ആയി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. माननीय राज्यपाल महोदय, शपथविधी समारंभ सुरू करण्याची परवानगी असावी. माननीय राज्यपाल महोदय, उपमुख्यमंत्री पदाची तसेच गुप्ततेची शपथ घेण्यासाठी पदनिर्देशित उपमुख्यमंत्री महोदया उपस्थित आहेत. त्यांना आपणासमोर शपथ घेण्याची परवानगी असावी. श्रीमती सुनेत्रा अजित पवार. मी सुनेत्रा अजित पवार गांभीर्यपूर्वक प्रतिज्ञा करते की कायद्याद्वारे स्थापित झाले आहे अशा भारताच्या संविधानाबद्दल मी खरी श्रद्धा व निष्ठा बाळगीन. मी भारताची सार्वभौमता व एकात्मता उन्नत राखीन. मी महाराष्ट्र राज्याची उपमुख्यमंत्री म्हणून माझी कामे निष्ठापूर्वक व ससद्विवेक बुद्धीने पार पाडेन आणि संविधान व कायदा यानुसार सर्व तऱ्हेच्या लोकांना मी गांभीर्यपणे व निपक्षपातीपणे तसेच कोणाच्याही विषयी ममत्वभाव किंवा आकस न बाळगता न्याय वागणूक देईन. मी सुनेत्रा अजित पवार गांभीर्यपूर्वक प्रतिज्ञा करते की महाराष्ट्र राज्याची उपमुख्यमंत्री म्हणून माझ्या विचारार्थ आणली जाईल किंवा मला ज्ञात होईल अशी कोणतीही बाब अशी उपमुख्यमंत्री म्हणून माझी कामे यथायोग्य पार पाडण्यासाठी आवश्यक असेल ते खेरीज करून एरवी मी कोणत्याही व्यक्तीला किंवा व्यक्तींना प्रत्यक्षपणे वा अप्रत्यक्षपणे कळवणार नाही किंवा त्यांच्याकडे उघड करणार नाही.
शपथविधी पूर्ण झालेला आहे. മഹാരാഷ്ട്രയുടെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രിയായി സുനേത്ര അജിത് പവാർ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. സുനേത്രയ്ക്ക് അജിത് പവാർ കൈകാര്യം ചെയ്തിരുന്ന ധനകാര്യ വകുപ്പ് ലഭിക്കില്ല എന്നാണ് മനസ്സിലാകുന്നത്. കായികവും എക്സൈസും വകുപ്പുകളായിരിക്കും നൽകുക എന്നതാണ് വരുന്ന റിപ്പോർട്ടുകൾ. ധനകാര്യ വകുപ്പ് ദേവേന്ദ്ര ഫഡ്നാവിസ് ഏറ്റെടുക്കും എന്ന വിവരമാണ് വരുന്നത്. NCP യോഗം, അജിത് പവാർ വിഭാഗം യോഗം ചേർന്നാണ് സുനേത്രയെ തെരഞ്ഞെടുത്തത്, പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുത്തത്. സുനേത്ര തന്നെയായിരിക്കും പാർട്ടിയെ നയിക്കുക എന്ന വിവരം കൂടിയാണ് വരുന്നത്. അതേസമയം തന്നെ NCPയുടെ ലയനം സാധ്യമാകും, 2 NCPകളും ഒരുമിക്കും എന്ന തരത്തിൽ ദേശീയ മാധ്യമങ്ങൾ വീണ്ടും വാർത്തകൾ നൽകുന്ന സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും അജിത് പവാറിന്റെ പിൻഗാമിയായി അദ്ദേഹത്തിന്റെ ഭാര്യ സുനേത്ര അജിത് പവാർ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുകയാണ്. നിലവിൽ രാജ്യസഭ MP ആണ് സുനേത്ര, നിയമസഭയിൽ അംഗമല്ല. അതുകൊണ്ട് തന്നെ അജിത് പവാർ പ്രതിനിധീകരിച്ചിരുന്ന ബരാമതിയിൽ നിന്ന് സുനേത്ര ജനവിധി തേടും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ NCP അജിത് പവാർ വിഭാഗത്തിനെ നയിക്കാൻ ഭാര്യ എത്തുന്നു, സുനേത്ര തന്നെ അതിന്റെ നേതൃസ്ഥാനത്തേക്ക് എത്തുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. സത്യപ്രതിജ്ഞ പൂർത്തിയായിരിക്കുന്നു. ദേവേന്ദ്ര ഫഡ്നാവിസ് അജിത് പവാറിന്റെ ധനകാര്യ വകുപ്പ് ഏറ്റെടുക്കും എന്നതാണ് വരുന്ന വിവരം. കായികം, എക്സൈസ് വകുപ്പുകളായിരിക്കും സുനേത്രയ്ക്ക് ലഭിക്കുക എന്നതാണ് മനസ്സിലാകുന്നത്. അതേസമയം അജിത് പവാർ വിഭാഗം, അജിത് പവാർ കൈവശം വെച്ചിരുന്ന ധനകാര്യ വകുപ്പ് തന്നെ കിട്ടണം എന്ന രീതിയിൽ വലിയ സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്നതാണ് വിവരം. പക്ഷേ ആ വകുപ്പ് ദേവേന്ദ്ര ഫഡ്നാവിസ് ഏറ്റെടുത്തിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ വിവരം. എന്തായാലും സുനേത്ര ഇനി മഹാരാഷ്ട്രയുടെ ആദ്യ ഉപമുഖ്യമന്ത്രിയായി മാറിയിരിക്കുകയാണ്.